കേരള കേന്ദ്ര സർവകലാശാലയിലെ പ്രൊഫസർ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിൽ. സോഷ്യൽ വർക്ക് വിഭാഗം അധ്യാപകൻ MK മോഹനാണ് പിടിയിലായത്. മൈസൂരു സ്വദേശിയെ താൽക്കാലിക അധ്യാപകന് കാലാവധി നീട്ടി നൽകാമെന്ന് പറഞ്ഞാണ് പ്രൊഫസർ 20,000 രൂപ കൈക്കൂലി വാങ്ങിയത്. അരുൺ പൂപ്പറമ്പ ചേർന്നു. അരുൺ, UGC സ്കെയിൽ സാലറി മതിയാകാത്തതുകൊണ്ടാണോ പ്രൊഫസർ കൈക്കൂലി വാങ്ങിയത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പരാതിക്കാരനായിട്ടുള്ള മൈസൂർ സ്വദേശി കഴിഞ്ഞ 5 വർഷമായി സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുകയാണ്. 5 വർഷത്തെ താൽക്കാലിക നിയമനമാണ്. ആ കാലാവധി കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത്. ആ നിയമന കാലാവധി നീട്ടിത്തരാം എന്ന് പറഞ്ഞാണ് അതേ വിഭാഗത്തിൽ തന്നെയുള്ള പ്രൊഫസർ MK മോഹൻ ഇത്തരത്തിലുള്ള ഒരു വാഗ്ദാനം നൽകി കൈക്കൂലി ആവശ്യപ്പെട്ടത്. 2 ലക്ഷം രൂപ നൽകിയാൽ നിയമന കാലാവധി നീട്ടിത്തരാം എന്നതാണ് വാഗ്ദാനം. അതിന്റെ ആദ്യ ഘട്ടം എന്നോണം 20,000 രൂപ നൽകണം എന്നതാണ് ആവശ്യപ്പെട്ടത്. ഇത് മൈസൂർ സ്വദേശി മറ്റ് അധ്യാപകരുടെ സഹായത്തോടു കൂടി തന്നെയാണ് വിജിലൻസിൽ പരാതി നൽകിയത്. വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് ഈ 20,000 രൂപയുമായി ഈ മോഹൻ എന്ന് പറയുന്ന അധ്യാപകനെ കാണുന്നതിന് വേണ്ടി ഈ മൈസൂർ സ്വദേശിയായിട്ടുള്ള പരാതിക്കാരൻ സർവകലാശാലയിൽ എത്തിയത്. നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ വിജിലൻസ് സംഘവും അവിടെ രഹസ്യമായി ഉണ്ടായിരുന്നു. ഈ പണം കൈമാറുന്നതിനിടെ കൈയോടെ ഈ അധ്യാപകനെ പിടികൂടി അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിജിലൻസ് എന്തായാലും അറിയിച്ചിട്ടുള്ളത്. വളരെ ദൗർഭാഗ്യമായിട്ടുള്ള സംഭവമാണ്. ഒരു അധ്യാപകൻ തന്നെയാണ് ഇത്തരത്തിൽ കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിനു മുമ്പും ഇത്തരത്തിൽ സമാനമായിട്ടുള്ള ചില പരാതികൾ ഈ അധ്യാപകനെതിരെ ഉയർന്നിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വിജിലൻസ് കൃത്യസമയത്ത് തന്നെ പരാതി ലഭിച്ച് ഇടപെട്ടു, കൈയോടെ പിടികൂടാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുഹൈൽ, ശരി. അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇത് ആദ്യത്തേതല്ല എന്ന രീതിയിലുള്ള സൂചനകളാണ് ഘട്ടത്തിൽ വരുന്നത്. അന്വേഷണം പുരോഗമിക്കട്ടെ.